എടി കനകേ, ഇങ്ങോട്ട് വന്നേ. ദാ വരുന്നു. എന്താ മാഡം? ഇന്നലെ എരിവുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താ? എന്റെ കവിമോൻ വേദന കൊണ്ട് പെടയുവാ. ഇന്നലെ നൂഡിൽസ് ചോദിച്ചായിരുന്നു. പെപ്പറും ചില്ലി ഫ്ലേക്സും കൂടുതൽ ചേർത്ത് ഹോട്ടായിട്ടാണല്ലോ ഉണ്ടാക്കി കൊടുത്തേ. അതാ, അത് തന്നെ ഇതിന് കാരണം. വേണ്ട വേണ്ട, അപ്പോ കവിൻ ഇന്ന് ലീവ് എടുത്തോട്ടെ. ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാ. അതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് സാധാരണ വയറുവേദനയായിരിക്കും. അതിന് ആര്യവേപ്പിന്റെ ഇല പറിച്ച് നന്നായി ഒരു കഷായം ഉണ്ടാക്കി കഴിച്ചാ എല്ലാം മാറി. എന്താ പറഞ്ഞത്? കഷായോ? അതെ അതെ കൊച്ചു സാറേ, കുടിച്ചു കഴിഞ്ഞാൽ മുഖം അഷ്ടകോണിലേക്ക് പോവും. അതുകൊണ്ടാ. അയ്യോ, മലയാള സാറിനെക്കാട്ടും കഷ്ടമല്ലേ കഷായം. നീയിപ്പൊ എന്താ ചെയ്യാ? എന്താ കവിൻ ആലോചിക്കുന്നേ? അതെ, കഷായം അല്ലാതെ വേറെന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പറയച്ചമ്മേ. ഫലൂദ, ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതേപോലത്തെ മെഡിസിൻ കഴിച്ചാ ശരിയാവുമല്ലോ. അടി കിട്ടും നിനക്ക്. ചുമ്മാ തമാശ കളിക്കല്ലേ. ഗോവിന്ദ, മാഡം, നീ പോയി ആര്യവേപ്പില പറിച്ചോണ്ട് വാ. പറിക്കാനോ? ഞാൻ കോരി കൊണ്ടുവരാം. ഒരു മിനിറ്റ് അച്ഛ, ഇതൊന്ന് പിടിച്ചേ. ആഹാ, എന്തൊരു അതിശയാ. പെട്ടെന്ന് വേറെ വേന പറന്നുപോയി. എന്താ മോനെ പറയുന്നേ? അതേ മുത്തശ്ശി, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. എന്തിനാ കഷായൊക്കെ കുടിച്ചിങ്ങനെ റിസ്ക് എടുക്കുന്നത്? അച്ഛാ, സമയായി, വാ സ്കൂളിൽ പോവാ. വേണ്ട വേണ്ട, നീ കഷായം കുടിച്ചിട്ട് പോയാ മതി. ചിലപ്പോ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ വയറുവേദന വരാൻ സാധ്യതയുണ്ട്. അയ്യോ, ഈ സുന്ദരി അച്ഛമ്മ വെറുതെ വിടില്ലല്ലോ. എന്താ പറഞ്ഞു? ശരിക്കുള്ള വയറുവേദന കഷായം കുടിച്ച് റിവേഴ്സ് ഗിയർ ഇട്ട് തിരിച്ചു വരുത്തല്ല അച്ഛമ്മ. അച്ഛ വാ, അച്ഛ പോവാ, സമയായി. ബൈ ബൈ ബൈ. എന്തു പറഞ്ഞാലും അവൻ സ്കൂളിലേക്ക് പോവാന്ന് എനിക്കറിയില്ലേ. മാഡം, ആര്യവേപ്പില പറിക്കണോ അതോ വേണ്ടയോ? പറിച്ചു വെക്ക്, ആവശ്യം വരും. അതെയോ? ഓൾ റൈറ്റ് മാഡം. മോളുടെ പേര് ഞാൻ വിട്ടുപോയി. നില മാഡം. മോൾക്ക് സുഖാണോ? സുഖായിരിക്കുന്നു മാം. വിജി, ഈ സ്കൂളിൽ സീറ്റ് കിട്ടാന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് പേര് റെക്കമെൻഡേഷൻ കൊണ്ട് ക്യൂ നിൽക്കുക. നിങ്ങളുടെ മോൾക്ക് ഇവിടെ പഠിക്കാൻ അവസരം കിട്ടിയത് ഭാഗ്യം കൊണ്ടാ. ആരൊരാള് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്യാൻ സന്നദ്ധനായി. മാഡം, നല്ല മനസ്സുള്ള വ്യക്തി ആരാണെന്നൊന്ന് പറയാമോ? അദ്ദേഹത്തെ നേരിൽ കണ്ട് എന്റെ മോൾക്ക് സഹായം ചെയ്തതിന് ഒരു നന്ദി പറഞ്ഞിട്ട് വരാം. നോ, അതൊരിക്കലും എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതെന്താ മാഡം? ആ വ്യക്തി വളരെ പേഴ്സണൽ ആയിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഹെൽപ്പ് ചെയ്തത് അദ്ദേഹമാണെന്ന് ആരോടും പറയാൻ പാടില്ലെന്ന്. അതും പ്രത്യേകിച്ച് ഈ കാര്യം നിങ്ങളോട് പറയരുതെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ മാഡം അങ്ങനെ? ഇന്നത്തെ കാലത്ത് ഒരു സഹായം ചെയ്യാൻ പോലും ആളെ കിട്ടാനില്ല. ഇനി അഥവാ ചെയ്താലും അതിന് മാക്സിമം പബ്ലിസിറ്റി കൊടുത്ത് ഇത് ഞാനാ ചെയ്തതെന്ന് സോഷ്യൽ നെറ്റ്വർക്കിൽ വൈറലാക്കാൻ ശ്രമിക്കും. എന്ന് ഇദ്ദേഹത്തിന് അത്തരം പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമല്ലെന്നാ തോന്നുന്നത്. അതാ ആരും അറിയണ്ടെന്ന് പറഞ്ഞ എന്റെ ഉദ്ദേശം. ആരാണെന്ന് പോലും അറിയാതെ എന്റെ മോളുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്ത നല്ല മനുഷ്യനും അവരുടെ കുടുംബവും
ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ആരോഗ്യമായിട്ട് സന്തോഷത്തോടെ ജീവിക്കണം. ഇങ്ങനെയുള്ളവര് ഈ പ്രപഞ്ചത്തിലുള്ളതുകൊണ്ടാ ഈ ഭൂമി എന്നും നശിച്ചു പോവാതെ നിലനിന്ന് പോകുന്നത് പോലും. യെസ്, കറക്റ്റാണ് വിജി. ഈസ് സച്ച് എ നൈസ് പേഴ്സൺ.